മണി മണി എന്തോന്ന് മണി നീ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ചോടെ നീ പെട്ടി എടുത്തോണ്ട് പോകണം. നീ ഇവിടെ ഇങ്ങോട്ട് മാറി. എന്തോന്ന് മണി ഇത്? എന്നോടൊന്നും മിണ്ടണ്ട. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? അതെ, ഇത്രയും വർഷമായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതെ മണി, എന്റെ കുറവുകൾ എന്താണ് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്നും പറഞ്ഞിട്ട് ഞാനേ രവിയേട്ടനെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വിഷമിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കളറില്ലെന്നോ സൗന്ദര്യം ഇല്ലെന്നോ കാശില്ലെന്നോ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തണേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെ ഈ കോംപ്ലക്സ് എന്തിനാണ്? അതെ, അത് ഞാൻ ഇങ്ങനെ ഓരോ കുറവുകൾ പറയുമ്പോ നീ പറയില്ലേ രവിയേട്ടൻ സുന്ദരനാണ്, രവിയേട്ടൻ സ്മാർട്ടാണ്, രവിയേട്ടനാണ് എല്ലാം എന്നൊക്കെ പറയുമ്പോ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ അച്ഛാ, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. അമ്മയ്ക്ക് അച്ഛനെന്ന് വെച്ചാൽ എന്ത് ജീവനാണെന്ന് അറിയൂ? അതെ, പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ? അച്ഛനാണ് അമ്മയുടെ ലോകം അല്ലേ? അതെ, പിള്ളേർക്ക് ഒരേ കാര്യമില്ല. രവിയേട്ടനൊരു വില ഉണ്ടായിരുന്നില്ലല്ലോ. എടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണെന്നേ ഉള്ളൂ. എനിക്കറിയാം നീ നിനക്ക് ഭയങ്കര കാര്യമാണ് എന്നെയെന്നും നല്ലപോലെ അറിയാൻ മണി. അറിയാലോ, എന്നിട്ടാണല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ചത്. എത്ര വർഷമായി രവിയേട്ടാ എന്നെ കാണാൻ തുടങ്ങിയിട്ട്? എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനേ ഇനി അങ്ങനെയൊന്നും പറയില്ല. സോറി. നീ എങ്ങും പോണ്ട, നീ പെട്ടി ഇവിടെ പോയി എങ്ങും പോണ്ട. അല്ലേ, ഞാൻ ഒരിടത്തും പോണില്ലല്ലോ. പിന്നെ പെട്ടിയൊക്കെ എടുത്തോണ്ട് നമുക്ക് കല്യാണത്തിന് പോവാനേ ഇടാൻ പറ്റിയ ഡ്രസ് വല്ലതും എന്റെ പെട്ടിക്കകത്തുള്ളതുണ്ടോ നോക്കാൻ വേണ്ടിട്ട് എടുത്തത്. കല്യാണത്തിനാ? ഡ്രസ് വേണ്ട ഏട്ടാ, ഞാൻ എന്റെ കയ്യിലുണ്ട്. വേണ്ട വേണ്ട വേണ്ട, കല്യാണത്തിന് നിങ്ങൾ പുതിയ ഡ്രസ് ഇട്ടോണ്ട് പോയത്. പുതിയ ഡ്രസ് വാങ്ങിക്കാം നമുക്ക് പോയിട്ട്. നിങ്ങൾക്ക് അതൊന്നും വേണ്ട, കൊറേ പൈസ ആവൂലേ? രവിൻ പൈസ ഇല്ലാത്തതല്ലേ, ഞാൻ പഴയതിട്ടോളാം. പൈസയൊക്കെ ആവട്ടെ മണി, പുതിയ ഡ്രസ് എടുക്കാം. ഡ്രസ് എടുക്കണേ എത്ര രൂപ? നല്ല പൈസയാവും. അതെ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ് എടുക്കാനുള്ള പൈസയൊക്കെ എന്റെ ഉണ്ട് കേട്ടാ. ഭാര്യയ്ക്ക് മക്കൾക്ക് മാത്രം പോരല്ലോ, രവിയേട്ടൻ വാങ്ങിണ്ടേ? എനിക്ക് വേണ്ട. അത് ഈ കല്യാണത്തിന് പോകുമ്പോ നിങ്ങളാണല്ലോ ഒരുങ്ങി നിൽക്കാൻ. നമ്മളെയൊക്കെ പിന്നെ അവിടെ ആരും വാങ്ങിക്കേ. അമ്മ പോയിട്ടില്ല. എന്തോന്നു? ആടമ്പള്ളിയിലെ മനോരോഗി. രവിയേട്ടാ, ഈ കോംപ്ലക്സ് വെച്ചോണ്ട് എത്ര കാലം ജീവിക്കും? എങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും വീണ്ടും അടുത്ത നിമിഷം ആ പഴയ രീതിയിലേക്ക് തന്നെ പോവല്ലേ? മണി കോംപ്ലക്സ് ഒന്നും അല്ലെന്ന്. മണി ഇല്ലെന്ന് കേട്ടാ. അതെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല മണി. നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുതല്ലോ, ഒന്നും പറയണ്ട. ഈ കോംപ്ലക്സ് നിങ്ങളെ കൊണ്ടേ പറ്റും. ഇവളാണ് എല്ലാ പ്രശ്നം മണി. നില്ല് മണി, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി, നീ നേരത്തെ എന്താ പറഞ്ഞത്? അച്ഛനാണ് അമ്മയുടെ ലോകമെന്ന്. എന്താണ് വേൾഡ് ഗ്ലോബലാണ് അമ്മ? ഗ്ലോബൽ അല്ല, ഗ്ലോബൽ അതല്ലേ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അമ്മ. അമ്പരം പോലെ. അച്ഛൻ ഇങ്ങനെ ആയിപ്പോയില്ല. അയ്യോ, വീട്ടിലാരെങ്കിലും ഒരാള് പാവമായിട്ട് വേണ്ടേ? ഇതാ പാവം.